السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വലിയൊരു ക്ലാസ് ഇപ്പം തന്നെയാണ്. കാരണം AC ആണ് പോയപ്പോഴേ, കറണ്ട് പോയപ്പോൾ ഈ ചൂട് കണ്ട് വന്നപ്പോൾ നമുക്ക് വലിയൊരു ക്ലാസ്സാണ്. ഞാനപ്പോൾ ഓർത്തത് ഖബറാണ്. ചില ആളുകൾക്ക് ഇരിക്കാൻ കഴിയാതെ പുറത്ത് ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഖബറ് പോയി കിടന്നാൽ എവിടേക്ക് നമ്മൾ ചാടുകയല്ലേ? അല്ലേ, ചാടാൻ കഴിയില്ലല്ലോ. അവിടെ ഒരു AC വേണം. AC എങ്ങനെ കിടക്കാൻ പറ്റുക? ദുനിയാവിൽ ഒരാൾ മാക്സിമം കഴിയുകയാണെങ്കിൽ 60 അല്ലെങ്കിൽ 70 കൊല്ലം. ഖബറിൽ ഇപ്പം നമ്മൾ ഈ പള്ളിക്കാട്ടിൽ തന്നെ 100-200 കൊല്ലമായിട്ട് കിടക്കണവരില്ലേ? ഭൂമിയിൽ 1000-10,000 കൊല്ലമായിട്ട് ഖബറ് കിടക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ? ഇനി നമ്മളിപ്പോൾ ഒന്നാണ്ട് മരിച്ചിട്ട് ഇന്നോ നാളെ ഖബറിലായാലും ഖിയാമത്ത് വരെ ഇപ്പോൾ അവിടെ തന്നെയല്ലേ കിടക്കണ്ടേ? അവിടെ ഒരു ചൂടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് നമ്മൾ അതാണ് ഓർക്കേണ്ടത്. എല്ലാം നമുക്ക് ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തമില്ലാത്തൊരു സംഗതി ദുനിയാവിലൊരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല. ഒക്കെ പാഠമാണ്, ഒക്കെ വലിയ പാഠമാണ്. കറണ്ട് പോയപ്പോൾ നമുക്ക് അതിൻ്റെ പ്രയാസം വന്നു. ഒരേ സ്ഥലത്ത് തന്നെ സുഖത്ത് കഴിയുന്ന ആളുകളുണ്ടാവും, പ്രയാസത്തിൽ കഴിയുന്ന ആളുണ്ട്. ഞാൻ നല്ല ട്രെയിനിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ട്രെയിനിൽ ഇത്ര കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെന്ന് ഞാൻ അറിയണത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കമ്പാർട്ട്മെൻ്റാണ്. H1 AC-യിലെ H1 എന്ന് പറഞ്ഞാൽ ഓരോ റൂമായിരിക്കും ഓരോരുത്തർക്ക്. സാധാരണ കമ്പാർട്ട്മെൻ്റ് അല്ല, VVIPകൾ ഇരിക്കണ കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെ സംഘാടകർ ഉഷാറായ ചിലപ്പം പ്രഭാഷകന്മാരോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ വാങ്ങിത്തരും. അപ്പം ഞാനതിൽ പോക്കോട്ട് മൂടിയിട്ട് ഇന്നലെ കിടന്നുറങ്ങിയിട്ടാണ് വന്നത്. ഞാൻ ഇറങ്ങിയപ്പോഴാണ് പഠിച്ചവനെ, ഞാൻ ഇറങ്ങിയ ട്രെയിൻ തന്നെയാണ് ഇപ്പോൾ അത്. കാരണം ഈ തലേണൻ്റെ ഉള്ളിൽ ഉന്നം നിറച്ച പോലെ ആ വാതിലിൻ്റെ അവിടെയൊക്കെ ഊരെ പുറത്തേക്ക് ചാടിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാതെ അതേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകൾ, അതിൽ തൊപ്പിയുള്ളവരും കുറിയുള്ളവരൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ ഒറ്റ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ സംഗതി ഒരേ വണ്ടി തന്നെയാണ്. നമുക്ക് നല്ല സുഖം, വേറെ ഉള്ളവർക്ക് വലിയ കഷ്ടപ്പാട്. ഇങ്ങനെ തന്നെയാണ് ഖബറും മഹ്ശറൊക്കെ. സംഗതി ഒരേ സ്ഥലം തന്നെയാണ്. ചിലർക്ക് ഭയങ്കര സുഖമാണ് ഈ കാര്യം, ചിലർക്ക് ഭയങ്കര കഷ്ടം. സംഗതി ഒരേ സ്ഥലം തന്നെ ആയിരിക്കും. മഹ്ശറ അങ്ങനെയല്ലേ? ചിലർ വേർപ്പില്, ചിലർ AC-യില്. നമ്മൾ അത് വെച്ചിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഖുർആനൊരു വായന ഉണ്ട്. ഞാനത് എല്ലാ ആയത്തിലും വെച്ച് കളിക്കാറില്ല. അങ്ങനെ ആകുമ്പോ സൂറത്തുൽ ബഖറ ഖിയാമത്ത് വരെ പറഞ്ഞാലും തീരൂല. ഇപ്പൊ ചില ക്ലാസ്സിൽ എന്ത് ചെയ്യും, ചില വാക്കുകളോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അറിയാതെ പറഞ്ഞു ഇതിൽ ഭയങ്കര രസമായിട്ട് വേറൊരു സംഗതി പഠിക്കാണ്ട്. അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അതേ ആയത്തിന്റെ ഉള്ളിൽ വേറൊരു സംഗതി 12ന്റെ വേറൊരു പൊരുള് പഠിക്കാണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ ആഗ്രഹമുള്ളത് ആളുകളാണ് നിങ്ങളൊക്കെ. അതിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആള് പറഞ്ഞ് ഇന്നലത്തെ ആ 12 മറക്കണ്ടാണ്. അപ്പൊ ഇന്ന് അതന്നെയാണ് പറയാൻ പോണത്. وإذ استسقى موسى لقومه فقل اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس. ഇതൊക്കെ സൂറത്തുൽ ബഖറ പറ്റെങ്കിലൊന്നും കുറച്ചെങ്കിലും പഠിച്ചേക്കണമല്ല. ഇതൊക്കെ കൽബിലുണ്ടെങ്കിൽ പിന്നെ പുഴുക്കൾ കയറൂല. അതൊക്കെ തന്നെ ഇതിന്റെ കണക്ക്. നമ്മളൊന്നും ഇബാദത്ത് ചെയ്തിട്ട് അധ്വാനിച്ചാൽ എത്തൂല. അങ്ങനത്തെ ചില കോളുകളായിട്ടൊക്കെ മയ്യത്തായി പോകിടുന്ന പിന്നെ ശരീരത്തൊക്കെ പുഴുക്കൾ കയറൂല. പുഴുക്കൊക്കെ പേടിയാണ് കയറാന്. അല്ല അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത പിന്നെ എങ്ങനെ പുഴുക്കൾ കയറൂല. കുറച്ച് നെഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് സംഗതികൾ വേണമെന്ന് മാത്രം. അപ്പൊ യാസീനൊക്കെ മൺപാടാക്കിയേക്കുക. പിന്നെ പറ്റുന്ന സൂറത്തുകൾ, ചെറിയ സൂറത്തുകളൊക്കെ മൺപാടാക്കുക. അൽ ബഖറ ഫുള്ള് മൺപാടാക്കാൻ കഴിയില്ലെങ്കിലും ആദ്യത്തെ കുറച്ച് ഭാഗങ്ങള് ഫുള്ള് മൺപാടാക്കുന്ന ആളുകളുണ്ടാവും. ഞാനതൊക്കെ ഏതോ കാലത്ത് മൺപാടാക്കി, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മൺപാടാക്കിയൊന്നുമല്ല. ഞാനിതൊക്കെ ഹിഫ്ള് കോളേജിലൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഓതുന്ന കാലത്ത് ഇരുന്ന് മനപ്പാടാക്കിയതാണ്. അതിന് പുറത്തേക്ക് കോച്ചിങ് ഒന്നും വേണ്ടല്ലോ, നമുക്ക് സമയം കിട്ടിയാൽ പോരെ. ഹിഫ്ള് കോളേജിൽ പോവാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഖുർആൻ മൊത്തം മനപ്പാടാക്കിയ ആൾക്കാരെ എനിക്കറിയാം. ഓരോരോ ഹിഫ്ള് കോളേജിലും പോയിട്ടില്ല. സമയം ഖുർആൻ മനപ്പാടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഹാഫിളായ ആളുകളെ മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. ആലിമീങ്ങളെ പറ്റുന്ന സൂറത്തുകളൊക്കെ നമ്മൾ മനപ്പാടാക്കുക. അതൊക്കെ നെഞ്ചിൽ വെച്ച് പോയാൽ പുഴുക്കൾ ശരീരത്തിൽ കയറില്ല. പുതിയ ആപ്പിളായിട്ട് ഖബറിൽ കിടക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതിങ്ങനെ മൂസാലി ഖൗമിഹി എന്ന് പറഞ്ഞാൽ മറ്റ് വലിയ പൊരുളിലേക്ക് ചില മഹാന്മാരായ കുശാഗ്ര ബുദ്ധിയുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ കാണാം.
ഈ ഖുർആൻ ഒരു ഭാഗം അതിന്റെ മോടി, അതിന്റെ ഒരു ശോഭാഗം, അതിന്റെ ലാഹിർ ഉണ്ടാവും, അതിന്റെ ബാത്തിനുണ്ടാവും. അത് നമുക്ക് ഉപകാരമുള്ള രൂപത്തിലുള്ളൊക്കെ മെസ്സേജ് വലിച്ചെടുത്ത് പഠിക്കാവുന്നതാണ്. മൂസാ നബി തന്റെ കൗമ് എന്ന് പറഞ്ഞാൽ ചില മഹാന്മാരാണ് അവിടെ മൂസ എന്ന് പറഞ്ഞാൽ അത് റൂഹിന്റെ പ്രതീകമാണ്. അപ്പൊ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രമാണ്. റൂഹ് എപ്പോഴും കൊതിക്കുന്നത് അള്ളാഹുവിനെയാണ്, ശരീരം കൊതിക്കുന്നത് മണ്ണിന്റെ ഉൽപ്പന്നങ്ങളെയാണ്. ഇത് തമ്മിലുള്ള സംഘട്ടനമാണ് ദുന്യവിയായ ജീവിതം. അപ്പൊ റൂഹ് അതാണ് മൂസാ നബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വ്യാഖ്യാനം, ഉൾവ്യാഖ്യാനം. ഈ റൂഹ് അള്ളഹാനോട് ഇങ്ങനെ തേടും. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ റൂഹിന്റെ കുടിവെള്ളം ഏതാ? മാരിഫത്താണ്. എങ്ങനെ തേടും? അനുയായികൾക്ക് വേണ്ടി, റൂഹിന്റെ സിഫാത്തുകൾക്ക് വേണ്ടി. കൗമതാണ് റൂഹിന്റെ സിഫാത്തുകൾക്ക് വേണ്ടി പടച്ചവനോട് എനിക്ക് ഹിക്മത്ത് തരണം, മാരിഫത്ത് തരണം എന്നിങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അപ്പൊ അള്ള പറഞ്ഞു ഫക്കുൽനദ്രിബ് ആസാക്കൻ, നിന്റെ ആസ കൊണ്ട് അടിച്ചോ. ഏതാണ് ആസ? കലിമത്ത് തൗഹീദ്. അതന്നെ കാന കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ഭൂമിയിൽ കയറുമ്പോ ഈ കലിമത്ത് തൗഹീദ് അന്തർലീനമായ പരിശുദ്ധമായ ഒരവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ ഓൾറെഡി ഉള്ളതാണത്. അതെടുത്തിട്ട് ആസ കൊണ്ട് അടിച്ചോ. എവിടെ അടിച്ചോ? കല്ലുമ്മൽ. ഏതാ കല്ല്? കൽബ് കല്ലായി മാറിക്കണ. അതാണ് മാരിഫത്ത് കിട്ടാത്തത്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സുമ്മ ഖസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, ഫഹിയ കൽ ഹിജാറ. അത് കല്ല് പോലെ ആയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ആ കല്ല് പോലെയായ നിന്റെ കൽബുണ്ടല്ലോ, ആ കൽബുമ്മെ കലിമയാകുന്ന വടികൊണ്ടാണ്ട് അടിച്ചോ. അടി തുടങ്ങിയാൽ ഫംഫജറത്ത് മിൻ ഹുസ്നത അശറത ഐന, അതിൽ നിന്ന് 12 ഉറവകൾ പുറപ്പെടും. ഏതാ 12 ഉറവകൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അക്ഷരം പരിശോധിച്ച് നോക്കൂ, 12 അക്ഷരങ്ങളാണ്. ആ 12 അക്ഷരങ്ങളിലൂടെയുള്ള ജലധാര പുറപ്പെട്ടാൽ റൂഹിന്റെ സൈന്യങ്ങളാകുന്ന സിഫാത്തുകൾക്ക് കിട്ടാനുള്ള വെള്ളം കിട്ടി, കിട്ടാനുള്ള അന്നം കിട്ടി. അപ്പൊ അല്ലാഹു പറയും കുലു വശ്റബു, തിന്നോളും കുടിച്ചോളി, വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. കൽബ് തുറന്നിട്ടിട്ട് ഹിക്മത്തും മാരിഫത്തും കിട്ടി എന്ന നിലയിൽ അതുകൊണ്ട് മേലാളനായി നടക്കേണ്ടത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അങ്ങനെ നടക്കേണ്ടത്. അപ്പൊ ഇത് അതിന്റെ ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെയാണ് അർത്ഥം വെക്കുക. നമ്മുടെ ഉള്ളിലുണ്ട് മൂസാ നബി, നമ്മുടെ ഉള്ളിലുണ്ട് ഫിർഔന്, നമ്മുടെ ഉള്ളിലുണ്ട് ആസ, നമ്മുടെ ഉള്ളിലുണ്ട് ഹജർ, നമ്മുടെ ഉള്ളിലുണ്ട് 12 അരുവികൾ. ഏതാ 12 അരുവികൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കാനേ അങ്ങോട്ട് വന്നത്. ഖുർആനിൽ ഒരു ആയത്ത് തന്നെയല്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്നെ അരുവികള്. അതിൽ അക്ഷരങ്ങൾ അത്ഭുതമല്ലേ, 12 അക്ഷരമല്ലോ. അതിൽ മാത്രല്ല, ഇതൊന്നും യാദൃശിക എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റാൻ കഴിയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ 12 അക്ഷരമാണ്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരം, മുഹമ്മദുർ റസൂലുള്ളാഹ് 12 അക്ഷരം. ഇത് ഏറ്റവും കിട്ടിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ്, അത് 12 അക്ഷരാണ്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് 12 അക്ഷരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരാണ്. അലി ഇബ്നു അബി ത്വാലിബ് 12 അക്ഷരാണ്. ഒരു കൊല്ലത്തെ മാസങ്ങളുടെ എണ്ണം 12 അല്ലേ? ഇതൊക്കെ യാദൃശ്ചികമായിട്ടാണ്ട് ഒത്തു വന്നാന്ന് പറഞ്ഞ് നീക്കണവർക്ക് നീക്കാം, പക്ഷെ നമുക്ക് പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ പൊരുളുകളുണ്ട്. അതിനൊക്കെ കവിത തന്നെ ഉണ്ടായിട്ടുണ്ട്. ആലത്തിൻ പിള്ളെ അലങ്കാര പിള്ളെ ആറഞ്ചും മുങ്ങി തെളിന്താതെ പിള്ളെ നാലില്ല പിള്ളെ. എന്താണ് മനോഹരം! നീ നാലില്ല പിള്ളെ മികവുള്ള പിള്ളെ നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളേ. ഫംഫജറത്ത് മിൻ ഹുസ്നത അശറത ഐനാണ് പറഞ്ഞത്. 4 നീരാടി. 4 എന്ന് പറഞ്ഞാൽ 24. 1 6 6 2 6 12 4 6 24. ഏതാ 24? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൽ കുളിച്ചിട്ട് മുത്തും പവിഴൊക്കെ വാരിയിട്ട് ഇങ്ങോട്ട് വാ എന്നാണ് അതിനെക്കുറിച്ച് മഹാന്മാർ പ്രകാശിപ്പിച്ചത്. ഇതൊക്കെ തലക്ക് വെളിച്ചം കിട്ടിയ മഹാന്മാരുടെ തലയിൽ നിന്ന് അതരങ്ങളിലൂടെ വന്ന പ്രോജ്വലമായ വരികളാണ്. ഒന്ന് നിസ്സാരപ്പെടുത്തേണ്ടതല്ല. അതന്നെയാണ് ഇതിന്റെ ആന്തരിക വശം. അപ്പൊ നമ്മളിലുണ്ട് ഫിർഔൻ, അനാനിയത്തിന്റെ ഫിർഔൻ. ആ ഫിർഔനെ മൂസാ നബി ആകുന്ന കൽബിന്റെ മാരിഫത്തും ഹിക്മത്തും കളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വടികൊണ്ട് പാറ പോലെയായ കൽബിനെ അടിച്ചു പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കെലിമന്റെ നീരുറവ് പുറത്തേക്ക് വരണം. അതിൽ ഫിർഔൻ അടക്കമുള്ള എല്ലാത്തിനെയും മുക്കിക്കൊല്ലണം. എന്നിട്ട് നമുക്ക് അതിൽ നിന്നും മോചിതരായിട്ട് ശുദ്ധം ചെയ്തുകൊണ്ട് ആ നഫ്സ് മരിക്കുമ്പോഴാണ് അള്ളാഹു പറയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അവിടെ ഇപ്പൊ പണിയൊന്നും നടക്കണില്ല. എന്ത് പണി നടക്കണം? ബിലാൽ റളിയല്ലാഹു അൻഹു ഷാത്ത് എല്ലയുടെ കൂടി അടിമുടി മാറി. എവിടെ മാറിയത്? ഹൈറ്റ് മാറിയോ? വെയിറ്റ് മാറിയോ? കളറ് മാറിയോ? ഇല്ല, മാറിയില്ല. ബിലാൽ തങ്ങൾ ഉമയ്യത്തിന്റെ കുതിരാലയത്തിൽ കുതിരന്റെ കാഷ്ടം തലക്ക് വെച്ചുകൊണ്ട് കിടക്കുമ്പോ എത്ര തടി ഉണ്ടായിരുന്നു? അത്തടി ഷാത്തിൽ മെല്ലിയിട്ടുണ്ട്. അതേ കളർ തന്നെയായിട്ട് മുസ്ലിം ആയിട്ടുണ്ടായത്. പക്ഷെ അടിമുടി മാറി. എവിടെ മാറിയത്? അവിടെ നിന്ന് മാറ്റം വരുന്നില്ല, മറ്റുള്ളവർക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. ബിലാൽ തങ്ങളെ കളർ മാറിയിട്ട് വെളുപ്പ് കളറൊന്നും ആയിട്ടില്ല. അവർക്ക് വെയിറ്റ് കൂടിയിട്ടില്ല, ഹൈറ്റ് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ആളതന്നെ ലാഹിറില്. പക്ഷെ ആളാകെ മാറി. എവിടെ മാറി? ബാത്തിൽ മാറി. ആ മാറ്റം ഇന്ന് ഉമ്മത്തിന് നഷ്ടപ്പെട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മത്ത് എല്ലായിടത്തും മാറുന്നുണ്ട്. വണ്ടിമ്മ മാറുന്നുണ്ട്, വീടുമ്മ മാറുന്നുണ്ട്, വസ്ത്രത്ത് നമുക്കൊക്കെ പഴയ കാലത്ത് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലല്ലോ. എല്ലായിടത്തിലും ഭക്ഷണത്തിൽ മാറി, ഒക്കെ മാറിയില്ലേ? മന്തി എന്തൊക്കെ സാധനങ്ങളല്ലേ കൊണ്ടുവന്നിക്കണൊക്കെ. ഇന്നലെയൊക്കെ നമുക്ക് കിട്ടിയ ഭക്ഷണമൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരു എന്തെങ്കിലും കൊണ്ടുവരാഞ്ഞു നിൽക്കും. അയാതി ഭക്ഷണ, ചിക്കന്, മട്ടന്, കുട്ടന്, നിർത്തി പൊരിച്ച കോഴി, കൗത്തിക്കെടുത്തിയ ആട്, അതിന്റെ ഇടയിൽ കൂടി തോണി പോലെയുള്ള ചെമ്മീന്, തോണിന്റെ വലിപ്പുണ്ട് ഓരോ ചെമ്മീന്. ഇതൊക്കെ പഴയ കാലത്ത് ആളുകൾക്ക് കിട്ടിയിരുന്നോ? ഇല്ലല്ലോ, ഒക്കെ മാറി. പക്ഷെ മാറേണ്ട ഒരു സ്ഥലം മാറണില്ല. അതിങ്ങനെ അള്ളഹാനോട് കുടിനീര് ചോദിക്കുന്നുണ്ട്. പടച്ചോനെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടല്ലോ, ഈ ശരീരത്തിന്റെ ഉള്ളിൽ എനിക്ക് തരാനുള്ളത് കൊണ്ടാന്ന്. അപ്പൊ അള്ള പറയാണ്, വടിയോണ്ട് അടിച്ചൂട്, നിന്റെ കൽബ് കല്ല് പോലെ കടുത്തു പോയ കൽബിൽ തട്ടിക്കൂട്. അതിന്റെ ഉള്ളിലുണ്ട് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഉള്ളിലുണ്ട് മുതല്. അത് അടിയണ്ട് കിട്ടിയ പുറത്ത് കടിക്കോളും. അത് 12 നീർച്ചാലുകളായ നയാഗ്ര ഒഴുക്ക് വരും. അതിൽ നിന്ന് ഈ കുടിച്ചോ. അത് കുടിച്ചാലല്ലാതെ റൂഹിന് ആശ്വാസം ഉണ്ടാവില്ല കേട്ടോ, ഒരിക്കലും ഉണ്ടാവില്ല. ഇത് കിട്ടാനുള്ളത് റൂഹിന് കിട്ടിയാൽ മാത്രമേ ആശ്വാസം ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ പുറത്ത് എന്ത് പീഡനങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും എന്തുണ്ടെങ്കിലും നമ്മുടെ ഉള്ളറിയില്ല. ഒരിക്കലും അറിയില്ല. നമ്മുടെ റമളാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ബിലാൽ തങ്ങൾക്ക് ചാട്ടവാറുകൊണ്ട് അടി കിട്ടിയിട്ട് കവിള് പൊളിഞ്ഞു വീണത്. ഉമയ്യത്തിന്റെ ശിങ്കിടികളിൽ നിന്ന് ചാട്ടവാർ കൊണ്ട് ആ കറുകറുത്ത കാപ്പിരിയെ അടിച്ചിട്ട് കവിളുണ്ടല്ലോ, ഈ കവിളി ഈ ഭാഗം കണ്ട് പൊളിഞ്ഞു കണ്ട് വീണു. മാങ്ങന്റെ തോല് പൊളിഞ്ഞു വീണാൽ പൊളിഞ്ഞു കണ്ട് വീണു. ശ്രദ്ധിക്കുന്നവർ കൈ അടിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒപ്പി പിടിച്ചിട്ട് തോളട്ടിട്ടിട്ടാണ് ഓടിയത്. ഇലാ ഹദ്റത്തി റസൂലില്ല. ആ പൊളിഞ്ഞ കവള്, അതിന്റെ ഒരു അടയാളം അവിടെ ഉണ്ടായിരുന്നു. അൻസാരികൾ ഈ അടയാളം ഇങ്ങനെ തൊട്ടിട്ട് ചോദിക്കും, ബിലാലെ, ഇയാദി അടിയൊക്കെ കിട്ടിയിട്ട് കവളൊക്കെ പൊളിഞ്ഞിട്ട് നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. ബിലാൽ പറയും, എൻ്റെ റൂഹ് അള്ളാഹ് എന്ന മാരിഫത്തിൽ ആറാടുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ വന്ന അതികഠിനമായ മർദ്ദനങ്ങളുടെ കഠോരമായ വേദന ഞാൻ അറിഞ്ഞില്ല. കാരണം എൻ്റെ ഹൃദയം സ്പന്ദിച്ചിരുന്നത് എൻ്റെ ഹൃദയം അവിടെ ആയിരുന്നു. അല്ലാഹു 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 അല്ലാഹു. ഇതൊക്കെ മൊബൈലിൽ തപ്പിയാൽ ഈ പാട്ടുകളൊക്കെ എപ്പോഴും കിട്ടും. ഇന്ന് മൊബൈൽ തപ്പിയിട്ട് ഈ ഞാൻ പറഞ്ഞ അള്ളാ എന്നുള്ള അടിച്ചു നോക്കി, അങ്ങോട്ട് വരും. അറബികളെ സ്വരത്തിൽ ഇങ്ങോട്ട് വരും. ആ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക. കുട്ടികൾ നന്നാവും. ഇതിങ്ങോട്ട് കിട്ടാനുള്ള ഇങ്ങനെ നീരുറവ പൊടിച്ചിട്ട് റൂഹിനെ ഇങ്ങനെ കുടിപ്പിച്ച കുട്ടികൾ പിന്നെ ഒരിക്കലും തന്നെ കഞ്ചാവിനെയും കള്ളിനെയും സെക്സിന്റെ ആളുകളാവൂല. അവരെ കൽബിന്റെ ഉള്ളിൽ കിട്ടാനുള്ള ഗോളിട്ട് അയിമക്കൂടിയാണ് പോയിക്കോളൂ. ഇത് കേൾപ്പിക്കുന്നില്ല കുട്ടികൾക്ക്. കേൾക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരണില്ല. കുട്ടികളെ കൽബ് മുഴുവനും പള്ളിക്കാടായി. അതിൽ കുറെ ക്ഷുദ്രജീവികളുണ്ട്. അത് പുറത്തും കൊണ്ട് ചാടും. അപ്പോഴാ കുടുംബാണ്ട് കൊളാവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൊടുക്കാനുള്ള മരുന്ന് ഒടിച്ചാൽ ആ മരുന്ന് കിട്ടിയാൽ കീടങ്ങളൊക്കെ നിർവീര്യമായി പോകും. അവിടെ ഉദിക്കും മാരിഫത്ത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഒരു പൊരുൾ അങ്ങനെയും കൂടി ഉണ്ട്. ഇനി അതിന്റെ ഉള്ളിൽ വേറെയും പൊരുളുണ്ട്. അത് പറയാമെന്നാ പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അൽബക്കറ മറ്റായത്തുകളിലൂടെ നമുക്ക് തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ഇന്ന് ഉഹദ് ശ്രോതാക്കളുടെ ആണ്ടൊന്നാണെന്ന് എൻ്റെ ഓർമ്മ അല്ലേ? അംദുസൽക്കറ രക്തസാക്ഷിയായത് ശവ്വാലാണ്. ഇന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഇന്ന് വിഷയം അതായിരിക്കും. ഇവിടെ
ഞാനിന്നിവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ ഞായറാഴ്ച നമ്മളെ മജ്ലിസുന്നൂറാണ്, അതും പ്രഭാഷണം ഉണ്ടാവും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക, ഫാമിലിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടെ ഒന്നും പറയാനില്ല, നമുക്ക് നമ്മളെ നേതാക്കളെ കുറിച്ച് പറയാം, അവരിത് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ദ്വാരന്ന് പിരിയുക, ഇതിനൊക്കെ തന്നെയല്ലേ ഇപ്പൊ ദുനിയാവ്. അപ്പൊ അതിനൊക്കെ പറ്റുന്നവർ കച്ചവടം ഒന്നും മുടക്കിയിട്ട് യാത്ര മുടക്കിയിട്ട് വരണമെന്നൊന്നും നീ പറഞ്ഞതിന് അർത്ഥമില്ല. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വരാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എന്നാലും നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ അനുജന് ക്യാൻസർ പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു. മൂപ്പര് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല ഇല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങളെ പേരെ മറന്ന് അസീസാക്കല്ലേ. അദ്ദേഹത്തിന് അനുജന് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അല്ലാഹു തആല സലാമത്തായി കൊടുക്കട്ടെ, ഷിഫയായി കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടാളിയുടെ ഭാര്യക്ക് നമ്മൾ പറഞ്ഞ പോലെ മല പോലെയാണ് വന്നത്, അതന്നെ ആവർത്തിച്ചിട്ടുള്ളൂ, ഇപ്പോഴും അതന്നെ ആവർത്തിക്കട്ടെ. മല പോലെ വന്നത് മഞ്ഞ് പോലെ ആക്കി കൊടുക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ത് ഭീകരമായ പ്രശ്നമാണെങ്കിലും ഫലപ്രദമായ ചികിത്സ കൊണ്ട് അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അനിയനും അതുപോലെ ക്യാൻസറിന്റെ കരാള ഹസ്തങ്ങളിൽ ലോകങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാതെ വേദനിച്ച് പടയുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ അത്രയും അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോധനങ്ങളിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ സഹസ് കബൂലാക്കി തരട്ടെ. ആ മാരിഫത്തിന്റെ 12 നീരുറവയുടെ രഹസ്യം അള്ളാഹു നമ്മുടെ ആത്മാവിനും കുടിപ്പിച്ചു തരട്ടെ. ആത്മാവിന്റെ ദാഹം അള്ളാഹു തീർത്തു തരട്ടെ. ദുന്യാവിന്റെ കാര്യം അള്ളാഹു ഇസ്സത്തോടെ എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറന്നു തരട്ടെ. കച്ചവടക്കാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ആലിമീങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ. ഈ നാട് അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് പോലും ചുറ്റുഭാഗങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن محبه واغفر لنا لمن دفنوا حوالينا. اللهم بارك لنا في البر والبحر، اللهم بارك لنا في البر والبحر، اللهم بارك لنا في البر والبحر وسلمنا فيهما من جميع الآفات والبليات المصيبات وفجيات الموت وسوء الخاتمة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.